സെക്രട്ടേറിയറ്റിനു മുന്നിൽ വനിതാ പോലീസുകാരി അടക്കം ആക്രമിച്ച കേസിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ റിമാൻഡിൽ 14 ദിവസത്തേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജയിലിലടച്ചത്. പ്രതിക്കെതിരെയുള്ളത് ഗുരുതര ആരോപണമെന്ന വിധി പ്രസ്താവനത്തിനിടെ കോടതി പറഞ്ഞു. ഈ മാസം 22-ാം തീയതി വരെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ റിമാൻഡ് ചെയ്തത്. സെക്രട്ടേറിയറ്റിനും DCC ഓഫീസിനും മുന്നിൽ സമരത്തിന്റെ പേരിൽ വനിതാ പോലീസുകാരെ അടക്കം ആക്രമിച്ച കേസിൽ 4ാം പ്രതിയാണ് രാഹുൽ. സ്ത്രീകളെ മുന്നിൽ നിർത്തിയാണ് പട്ടിക കഷ്ണങ്ങളും കല്ലുകളും ഉപയോഗിച്ച് പോലീസിനെ ആക്രമിച്ചത് എന്നും രാജ്യത്തെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന നടപടിയാണ് ഉണ്ടായത് എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ കന്റോൺമെന്റ് പോലീസ് പറയുന്നു. രാഹുലിന്റെ ആരോഗ്യനില മോശമെന്ന് പ്രതിഭാഗം വാദിച്ചപ്പോൾ വീണ്ടും വൈദ്യപരിശോധന നടത്താൻ കോടതി നിർദ്ദേശം നൽകി. ജനറൽ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ആരോഗ്യ പ്രശ്നമില്ലെന്ന് ഡോക്ടർ റിപ്പോർട്ട് നൽകി. ഈ പ്രതി ഈ കേസിലെ അദ്ദേഹത്തിന്റെ മുന്നിൽ നടക്കുന്ന അക്രമങ്ങളെ തടയുന്നതിന് വേണ്ടിയുള്ള യാതൊരു ശ്രമവും നടത്തിയില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം. ഇവിടെ 333 എന്ന വകുപ്പാണ് അഡീഷണലായിട്ട് ചേർത്തിരിക്കുന്നത്. അക്രമത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈ ഒടിഞ്ഞതുകൊണ്ട് അത് ഗ്രീവിയസ് ഹർട്ട് ഒഫൻസിൽ 10 വർഷം വരുന്ന തടവുള്ള ശിക്ഷയ്ക്ക് 41A നോട്ടീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അറസ്റ്റ് ചെയ്യേണ്ട സമയവും രീതിയും പോലീസാണ് തീരുമാനിക്കുന്നത് എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു. എവിഡൻസ് കിട്ടി കഴിഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യുന്ന സമയം നമ്മൾ തീരുമാനിക്കും. വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ എവിടെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ആണെങ്കിൽ ഒരു റിസ്ട്രെയിൻ എ പേഴ്സൺ, അതിന്റെ ടാക്ടിക്സ് നമ്മൾ തീരുമാനിക്കും. There is nothing special about it. എല്ലാ കേസും നടക്കുന്ന കാര്യമാണ്. വഞ്ചിയൂർ കോടതിക്ക് മുന്നിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അക്രമം നടത്തി. പ്രതിയുമായി ഇറങ്ങിയ പോലീസ് വാഹനം തടയുകയും അടൂരിൽ നിന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന കന്റോൺമെന്റ് പോലീസ് വാഹനം തകർക്കാനുമാണ് പ്രവർത്തകർ ശ്രമിച്ചത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.